നമസ്കാരം. ആനന്ദ് ന്യൂസിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. PV അൻവറിനെ CPM പുറത്താക്കുന്ന സ്ഥിതിവിശേഷമുണ്ടായി, പുറത്തായി കഴിഞ്ഞു. ഇനി എന്താണ് എന്നുള്ള ചോദ്യമാണ് അവശേഷിക്കുന്നത്. മാത്രമല്ല, ഒക്ടോബർ 4 നിയമസഭാ സമ്മേളനം സമ്മേളിക്കാൻ പോകുന്നുണ്ട്. PV അൻവർ MLA എവിടെ ഇരിക്കുമെന്നുള്ളതിനെക്കുറിച്ചുള്ള വലിയ ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു ചോദ്യവും അതാണ്. അതായത് ഇടത്തേക്കും വലത്തേക്കുമില്ല, നടുപക്ഷത്തേക്കും ഉണ്ടാവുമെന്ന് അൻവർ ആലങ്കാരികമായി പറയുമ്പോൾ അതിനകത്ത് എന്താണ് എന്നൊരു ചോദ്യം ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഇവിടെ ഇടത്തേക്കും വലത്തേക്കും പോകാതെ നിൽക്കുന്ന അൻവർ സ്വതന്ത്രനായി നിൽക്കുമായിരിക്കും. അതിനപ്പുറം അദ്ദേഹം നടുപക്ഷത്തേക്കുണ്ടാകുമെന്ന് പറയപ്പെടുമ്പോൾ അതിന് പിന്നിൽ എന്താണ്? BJPയിലേക്കുള്ള വാതിലുകൾ തുറക്കുന്നുണ്ടോ അൻവറിന്? അങ്ങനെയാണെങ്കിൽ BJPക്ക് വീണ്ടും ഒരു ബോണസ് കൂടി കിട്ടുകയാണെന്ന് പറയേണ്ടിയിരിക്കും. ഒരു MPയെ തൃശ്ശൂരിൽ നിന്ന് ജയിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞു എന്നതിനപ്പുറം ഒരു MLAയെ കൂടെ കിട്ടുന്നൊരു സ്ഥിതിവിശേഷം ഉണ്ടാകുമോ എന്ന് അറിയേണ്ടിയിരിക്കുന്നു. അൻവർ ഈ പറയുന്ന പോലെ BJPയിലേക്ക് പോവുകയാണെങ്കിൽ. പക്ഷേ ഇവിടെ CPM പിന്തുണയോടെയാണ്, സ്വതന്ത്രനായിട്ടാണ് ജയിച്ചതെങ്കിലും MLA സ്ഥാനം രാജിവെക്കില്ല എന്ന് ഇപ്പോഴും അൻവർ പറയുന്നുണ്ട്. ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ അൻവർ ഇപ്പോഴത്തെ ഇടത് MLAമാർക്കിടയിലെ സീറ്റ് ഉപേക്ഷിച്ചുകൊണ്ട് ഒരു പ്രത്യേക ബ്ലോക്കായിട്ട് സഭയിൽ ഇരിക്കുവാനുള്ള സാധ്യതയാണ് നിയമസഭയിൽ നടക്കാൻ പോകുന്നത്. കാരണം നിയമസഭ എന്തായാലും ഒക്ടോബർ 4 ആരംഭിക്കുകയാണല്ലോ. അപ്പോൾ പ്രത്യേക ബ്ലോക്കായിട്ട് ഇരിക്കുവാനുള്ള ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവുക, അത്തരത്തിലുള്ള സാധ്യത ഉണ്ടാവുകയാണെങ്കിൽ ഇതിനായി തൻ്റെ സീറ്റ് മാറ്റണമെന്ന് സ്പീക്കർക്ക് അൻവർ കത്ത് നൽകുകയും ചെയ്യും. നിലവിൽ KK രമ പ്രത്യേക ഒരു ബ്ലോക്കായിട്ടാണ് ഇരിക്കുന്നത്, നമുക്കറിയാമല്ലോ. പക്ഷേ രമ എന്ന് പറയപ്പെടുന്ന RMPയുടെ കക്ഷി നേതാവായതിനാൽ അവർക്ക് മുൻഭാഗത്ത് തന്നെ ഇപ്പോൾ സീറ്റുണ്ട് താനും. പക്ഷേ അൻവറിന് മുൻഭാഗത്ത് സീറ്റ് കിട്ടാൻ സാധ്യത കുറവാണ്. അദ്ദേഹം ഒരു പാർട്ടിയുടെയും ആളല്ല. അൻവറിനെ പാർലമെൻ്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നതായി LDF കൺവീനർ TP രാമകൃഷ്ണൻ സ്പീക്കർക്ക് കത്ത് നൽകുകയും ചെയ്യും. രാജിവെക്കില്ലെന്ന് അൻവർ പ്രഖ്യാപിച്ചതോടുകൂടി പത്രസമ്മേളനത്തിലും ചാനലുകളിലും മുഖ്യമന്ത്രിക്കെതിരെ ഉന്നയിച്ച കടുത്ത ആരോപണങ്ങൾ അൻവർ സഭയിൽ ഉന്നയിക്കുമോ എന്ന ഭയപ്പാടിലാണ് ഇപ്പോൾ ഇടത് കേന്ദ്രങ്ങളെന്ന് പറയപ്പെടുന്നത്. പുറത്താക്കിയതൊക്കെ പുറത്താക്കി, പക്ഷേ അൻവറിൻ്റെ നാക്കാണ്. അൻവർ എന്ത് വേണോ വിളിച്ചു പറയുവാനുള്ള സാധ്യതയുണ്ട്. അത്തരത്തിൽ എന്തെങ്കിലും സാഹചര്യങ്ങൾ ഉണ്ടാക്കുമോ? മുഖ്യമന്ത്രിക്കും പോലീസ് നേതൃത്വത്തിനുമെതിരായിട്ടുള്ള അൻവറിൻ്റെ ആരോപണങ്ങൾ നിയമസഭയിൽ തുടർച്ചയായി ഉന്നയിക്കുവാൻ തയ്യാറെടുക്കുകയാണ് ഇപ്പോൾ പ്രതിപക്ഷം. ഈ ആരോപണങ്ങൾ ഉയരുമ്പോൾ അതിലെ കക്ഷിയായിട്ടുള്ള അൻവറിന് സഭയിൽ സ്വന്തം ഭാഗം വിശദീകരിക്കുവാൻ സ്പീക്കർക്ക് അവസരം നൽകേണ്ടി വരും. സഭയിൽ പ്രസംഗിക്കാൻ അവസരം കിട്ടിയാൽ ഇപ്പോൾ നടത്തിയതിലും സ്ഫോടനാത്മകമായിട്ട് അൻവർ പ്രസംഗിക്കാനിടയുണ്ട് എന്നുള്ളതാണ്. അതായത് തനിക്കറിയാവുന്ന എല്ലാ കാര്യങ്ങളും വെളിപ്പെടുത്തിയാൽ AKG സെൻറ്റർ പൂട്ടിക്കെട്ടി നേതാക്കൾ ഓടേണ്ടി വരുമെന്നാണ് അൻവറിൻ്റെ മുന്നറിയിപ്പ് പോലും. അതുകൊണ്ട് അത് വിളിച്ചു പറയുമോ? സഭയിൽ അങ്ങനെ അൻവർ കൂടുതൽ വെളിപ്പെടുത്തലുകൾ നടത്തിയാൽ CPM MLAമാർ പ്രതിരോധിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ചുരുക്കത്തിൽ നിയമനിർമ്മാണത്തിനായി ചേരുന്ന സഭാ സമ്മേളനം പ്രക്ഷുബ്ധമാവുമെന്ന് ഉറപ്പാണ്. സ്വതന്ത്രനായി വിജയിച്ചതിനാൽ അൻവറിന് ഇപ്പോൾ ഏതെങ്കിലും പാർട്ടിയിൽ ചേരാനാവില്ല എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ കൂറുമാറ്റ പ്രശ്നം ഉയരാൻ ഇടയുണ്ട് താനും. അതിനാൽ അൻവർ ഇപ്പോൾ കോൺഗ്രസിലോ ലീഗിലോ ചേരാനുള്ള സാധ്യതയും കാണുന്നില്ല. പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ടത് UDF പാളയമാണ് അൻവറിൻ്റെ ലക്ഷ്യമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ആര്യാടൻ മുഹമ്മദിൻ്റെ തട്ടകമായിരുന്ന നിലമ്പൂർ അൻവറിലൂടെയാണ് കഴിഞ്ഞ 2 നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലും CPM പിടിച്ചെടുത്തത് എന്നുള്ളതാണ്. അതേ നാണയത്തിൽ അൻവറിനെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാക്കി പിന്തുണച്ച് നിലമ്പൂർ പിടിച്ചെടുക്കാമെന്ന് UDFും ഇപ്പോൾ കരുതുന്നുണ്ട് എന്നുള്ളതാണ്. അവിടെ അൻവർ മാത്രമല്ല, ഇപ്പോൾ KT ജലീൽ, കാരാട്ട് റസാക്ക്, ഇവരെല്ലാവരും ഇടത് സ്വതന്ത്രന്മാരുടെ പട അത് കൂട്ടത്തോടെ UDFിലെത്തിയാൽ മുസ്ലിം മേഖലകളിൽ UDFിന് വിജയിച്ച് കയറാമെന്നുള്ള ഒരു വിലയിരുത്തൽ കൂടിയുണ്ട്. പക്ഷേ അതിനൊക്കെ ലീഗ് സമ്മതിക്കുമോ? അവരുടെ മൗനാനുവാദമെങ്കിലും ഉണ്ടാകുമോ എന്നുള്ള കാര്യം സംശയമാണ്. CPMൻ്റെ പാർലമെൻ്ററി പാർട്ടി യോഗത്തിൽ പങ്കെടുക്കില്ലെന്ന് അറിയിച്ച അൻവർ, നമുക്കറിയാം, ഞായറാഴ്ചയോ തിങ്കളാഴ്ചയോ നിലമ്പൂരിൽ തൻ്റെ അനുയായികളുടെ ഒരു പൊതുസമ്മേളനം വിളിച്ച് ഇനി വരാൻ പോകുന്ന തുടർ പദ്ധതികളും നയവുമൊക്കെ വ്യക്തമാക്കാൻ ഇരിക്കുകയാണ്. താൻ പോരാടിയത് സഖാക്കൾക്ക് വേണ്ടിയാണ് എന്ന് നിരന്തരം ആവർത്തിച്ച അൻവർ നിലമ്പൂരിലെ CPM പ്രവർത്തകരിൽ ഒരു വിഭാഗത്തിൻ്റെ പിന്തുണ കൂടി ഉറപ്പാക്കിയിട്ടുണ്ട്. പക്ഷേ ഇത് വരുന്ന തിരഞ്ഞെടുപ്പിൽ തനിക്ക് ഗുണം ചെയ്യുമെന്ന് അൻവർ കണക്ക് കൂട്ടുന്നുണ്ട് എങ്കിലും നടക്കുവാനുള്ള സാധ്യത വളരെ കുറവാണ്. നേതൃത്വത്തിനെതിരെ യുദ്ധം ചെയ്ത് പുറത്തായതാണ് എന്നുള്ള രക്തസാക്ഷി പരിവേഷത്തോടെയാവും അൻവർ അടുത്ത തിരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിലും സംശയമില്ല. അതായത് ഈ നിലമ്പൂർ സീറ്റ് മോഹിക്കുന്ന ചില ആൾക്കാർ ഇപ്പോഴും കോൺഗ്രസിനകത്തുണ്ട്. അറിയാമല്ലോ, DCC പ്രസിഡൻ്റായിട്ടുള്ള VS ജോയി ആവട്ടെ, KPCCയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ആര്യാടൻ ഷൗക്കത്ത് ആവട്ടെ, ഇവരുടെയൊക്കെ നിലപാട് അൻവറിൻ്റെ കോൺഗ്രസ് പ്രവേശനത്തിൽ നിർണായകമായി മാറുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ഇപ്പോൾ തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ നിലമ്പൂർ വിഭാഗം അതൃപ്തി അറിയിച്ചിട്ടുണ്ട്. വണ്ടൂരും നിലമ്പൂരും അല്ലാതെ കോൺഗ്രസിന് വിജയസാധ്യതയുള്ള നിയോജക മണ്ഡലം മലപ്പുറത്തില്ല എന്നിരിക്കെ UDFിനുള്ളിൽ കലാപം ഉണ്ടാകുവാനുള്ള സാധ്യതയുമുണ്ട്. പുതിയ പാർട്ടിയിലൂടെ കോൺഗ്രസിലെ ചില നേതാക്കളുടെ എതിർപ്പുകളെ മറികടക്കുവാനും തൻ്റെ അനുയായികളെ ഒപ്പം നിർത്തുവാനും UDFിൻ്റെ പിന്തുണ ഉറപ്പാക്കാനുമാവുമെന്ന് അൻവർ ക്യാമ്പ്
ഇപ്പോൾ തന്നെ കണക്ക് കൂട്ടുന്നുണ്ട്. പക്ഷേ ലീഗിന് ഈ അൻവറിനോട് ചെറിയ മമതയോ എതിർപ്പോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. സർക്കാരിനെതിരെ അൻവർ തുറന്നിട്ട സാഹചര്യം അത് പരമാവധി അവസരമാക്കുക എന്നതാണ് ലീഗിൻ്റെ മുമ്പിലെ നിലപാടെന്ന് പറഞ്ഞാൽ. അതായത് PV അൻവറിനെ ലീഗ് നിലമ്പൂർ നിയോജക മണ്ഡലം കമ്മിറ്റി പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്തിരുന്നു. മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഈ ഗാന്ധി കുടുംബത്തെ അൻവർ പുകഴ്ത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായല്ലോ. അതുകൊണ്ട് കോൺഗ്രസിൻ്റെ പിണക്കവും ചിലപ്പോൾ ഒന്ന് മാറിക്കിട്ടും. രാഹുൽ ഗാന്ധിയുടെ DNA പരിശോധിക്കണമെന്ന തൻ്റെ പ്രസ്താവന തെറ്റായി വ്യാഖ്യാനിച്ചതാണ് എന്നും അന്ന് ഈ പറഞ്ഞ പോലെ അൻവർ ഒരു വിശദീകരണം നടത്തുകയുണ്ടായി. അൻവർ പറഞ്ഞത് രാഷ്ട്രീയ യാഥാർത്ഥ്യമാണെന്നും അപ്പോൾ ഈ അൻവറിനെ വേട്ടയാടാൻ വിട്ടുകൊടുക്കില്ല എന്ന് സുധാകരൻ വലിയ വായിൽ വാചകതികൾ പറയുന്നുണ്ടെങ്കിലും അതൊന്നും സംഭവിക്കണമെന്നില്ല. പക്ഷേ ഈ സാഹചര്യമൊക്കെ എങ്ങനെ മുതലെടുക്കാമെന്ന് മാത്രമാണ് ഇപ്പോൾ ലീഗ് ആരായുന്നത്. അവരുടെ നിലപാടും അതാണ്. ഒരു വിഭാഗം CPMകാരുടെ പിന്തുണ ഉറപ്പിക്കുവാനുള്ള ഒരു ശ്രമം അൻവർ നടത്തുന്നുണ്ടെങ്കിലും CPMനെ അങ്ങനെ കുറച്ചു കാണരുത് അൻവർ എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു. അൻവറിലൂടെ ഈ നിലമ്പൂർ പിടിച്ചെടുക്കാൻ UDF ശ്രമം നടത്തുമ്പോൾ അൻവറിൻ്റെ അംഗം തിരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള സൂപ്പർ കരുനീക്കങ്ങൾ നടത്തുകയാണ് എന്ന് നമ്മൾ പറയുമ്പോഴും BJP എന്നുള്ളൊരു ഫാക്ടറിനെ മാറ്റി നിർത്താൻ പറ്റില്ല എന്നുകൂടി പറയട്ടെ. പക്ഷേ എന്തു തന്നെയാലും അൻവർ കാണുന്ന തരത്തിലുള്ള CPMകാരല്ല നിലമ്പൂരിലും മലപ്പുറത്തും ഈ പറയുന്ന കേരളത്തിലുമുള്ളത് എന്ന് അൻവർ മനസ്സിലാക്കുക. കാരണം പാർട്ടി കേഡർ സംവിധാനങ്ങളെ നിങ്ങൾക്കങ്ങനെ കുത്തിപ്പൊട്ടിച്ചെടുക്കാൻ കഴിയില്ല എന്ന് പറയട്ടെ. CPM എന്ന് പറയപ്പെടുന്ന പാർട്ടിക്ക് ഒരു വർഗബോധമുണ്ട് എന്നുള്ള കാര്യം അൻവർ മറക്കാതിരിക്കുക. കാരണം അൻവർ ചിന്തിക്കുന്ന വഴിയിലൂടെയല്ല കമ്മ്യൂണിസ്റ്റുകാരൻ്റെ മനസ്സോടുന്നത് എന്ന് താങ്കൾ മനസ്സിലാക്കുക. ഇതിനപ്പുറം ഇടതിനും വലതിനും കഴിയാതെ വരികയാണെങ്കിൽ നടുപക്ഷത്തേക്ക് അല്ലെങ്കിൽ നടുക്കണ്ടത്തിൽ നിന്ന് മുന്നോട്ട് പോകാമെന്ന് പറയപ്പെടുന്ന അൻവറിൻ്റെ വാദഗതികളെ BJPയിലേക്കുള്ള യാത്രയായി നമുക്ക് വേണമെങ്കിൽ പരിഭാഷപ്പെടുത്താം. അങ്ങനെ തന്നെ പറയുകയും ചെയ്യാം. അൻവർ ചിലപ്പോൾ ഈ പറയുന്ന BJPയോടൊപ്പം ചേരുമോ? BJPയോടൊപ്പം ചേരുവാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷേ UDFയിലേക്കുള്ള പോക്കാണ് പോകുന്നത്. എങ്കിൽ കൂടിയും എവിടേക്കായിരിക്കും രാഷ്ട്രീയ അഭയം അൻവറിന് ലഭിക്കുക എന്ന് ഇപ്പോൾ എന്തായാലും പറയാൻ കഴിയില്ല. BJPയും വാതായനങ്ങൾ തുറന്നിട്ടുണ്ട് അൻവറിന് വേണ്ടി.